എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പേലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ദേശീയ ആൻറ്റിയും മാമച്ചനങ്കളും രേവതിക്കുട്ടിയും കൂടി ജോബിനെ വെയിറ്റ് ചെയ്ത് കുര്യച്ചനങ്ങളുടെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ജോബിനും വൈഫും കൂടി വീട്ടിലോട്ട് വരുന്നുണ്ട്. അവരെ കാണുന്നതും ഗ്രേസി ആൻറ്റി ഓടിച്ച് നിന്ന് ജോബിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. കാരണം ഗ്രേസി ആൻറ്റിയുടെ മകൻ്റെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തും കൂടിയായിരുന്നു ജോബിൻ. അങ്ങനെ ജോബിനോട് സംസാരിക്കുന്നു, മീരയോടും കണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. രേവതിക്കുട്ടിയെ പരിചയപ്പെടുത്തിയതിന് ശേഷം അലീനെക്കുറിച്ചുള്ള വിവരങ്ങളുമെല്ലാം ജോബിനോടും മീരയോടും പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ജോബിൻ ചോദിക്കുന്നു, അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അങ്കിളിന് ഉറപ്പാണോ എന്ന് മാമച്ചൻ അങ്കിളിനോട് ചോദിക്കുന്നു. മാമച്ചൻ അങ്കിൾ പറയുന്നു, അവൾ ഇന്നസെൻ്റാണ് ജോബിൻ. രേവതിക്കുട്ടിയെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് അലീനയും. അവൾ 1-2 തവണ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അവളെ അടുത്തറിഞ്ഞിടത്തോളം അവളൊരു തെറ്റും ചെയ്യത്തില്ല. ഇത് അവളെ മനഃപൂർവ്വം ഈ കേസിൽ പെടുത്തിയതാണ്. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അന്വേഷിക്കാം. പക്ഷേ അവൾ നിരപരാധിയാണെങ്കിൽ ഒരു ദിവസം പോലും അവൾ ജയിലിൽ കിടക്കല്ലെന്ന് പറയും. അങ്ങനെ ഗ്രേസി ആൻറ്റി മീരയോട് പറയുന്നുണ്ട്, മോളുടെ അച്ഛനല്ലേ പാലാ DYSP, അച്ഛനോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ പറയും. അത് ആൻറ്റി, ഞാൻ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഡാഡിയോട് സംസാരിക്കില്ല, ഞങ്ങൾക്ക് വേണ്ടി മോളിത് ചെയ്യണം എന്ന് പറയും. ശരി, ഞാൻ ഡാഡിയെ വിളിക്കാമെന്ന് പറഞ്ഞ് മീര അച്ഛനെ വിളിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ഗ്രേസി ആൻറ്റിയും മാമച്ചനങ്ങളും പറഞ്ഞ് കേട്ട് മനസ്സിലാക്കിയ മീര അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും DYSP മധുസൂദനൻ നായരോട് പറയുന്നുണ്ട്. അച്ഛാ, ഇത് ജോബിൻ്റെ ആൻറ്റിയുടെ വളരെ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കേട്ടിടത്തോളം ആ കുട്ടി ഇന്നസെൻ്റ് ആണെന്നാണ് പറയുന്നതെന്ന് അച്ഛനോട് പറയും. അപ്പോൾ അവരുടെ മീരയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ, ഇത് വളരെ വിവാദം സൃഷ്ടിച്ച ഒരു കേസാണ്. ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ 4 ചെറുപ്പക്കാർ ചേർന്ന് റേപ്പ് ചെയ്തെന്നാണ് കേസ്. നാളെ വലിയ കൊള്ളക്കം സൃഷ്ടിക്കേണ്ട കേസാണിത്. പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ ഹോട്ട് ന്യൂസായിട്ട് വരുന്നതാണ്. എനിക്കിതിനകത്ത് നേരിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, സത്യാവസ്ഥ എന്തോ ഞാൻ അന്വേഷിക്കട്ടെ. ആ കുട്ടി നിരപരാധിയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ അവളെ പോലീസുകാരെ വിളിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ആയിരിക്കും, അല്ലാതെ ഒന്നും ആയിരിക്കത്തില്ല. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. എനിക്ക് നേരിട്ട് എന്തായാലും ഇടപെടാൻ പറ്റത്തില്ല. ഞാൻ CA വിളിച്ച് സംസാരിച്ചതിന് ശേഷം മോളെ അങ്ങോട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറയും. അതിനുശേഷം മീര ഗ്രേസി ആൻറ്റിയോട് പറയും, ആൻറ്റി, ഡാഡിക്ക് ഇതിൽ ഡയറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും ഡാഡി വിവരങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം അലീന തെറ്റും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അലീനെ പുറത്തിറക്കാൻ സഹായിക്കാമെന്നാണ് പറയുന്നത്. എന്തായാലും CA വിളിച്ച് ഡാഡി സംസാരിക്കട്ടെ എന്ന് പറയും. എന്തായാലും മോൾ ഇത്രയെങ്കിലും ചെയ്തല്ലോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അതിനെക്കുറിച്ച് തന്നെയാണ് അവരെല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് മീരയുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മോളെ, ഞാനത് സംസാരിച്ചപ്പം ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു പരാതിക്ക് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പയ്യന്മാർ ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അവളൊരു പരാതി കൊടുത്തില്ല. അപ്പം അവൾ ഇപ്പോൾ ഒരു പരാതി കൊടുക്കണം. അതിനു വേണ്ടിയാണ് അവളെ പിടിച്ചിരുത്തിയേക്കുന്നത്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ആ പരാതി അവൾ കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറയും. അത്രയേ ഉള്ളൂ, അവിടുത്തെ പേടിക്കേണ്ടെന്ന് പറഞ്ഞെന്ന് പറയും. അങ്ങനെ ഗ്രേസി ആൻറ്റി അടുത്ത് പറയും, ആൻറ്റി, അവളെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയാണ് അവളെ അവിടെ വെയിറ്റ് ചെയ്തിരുത്തിയിരിക്കുന്നത്. പക്ഷേ അവളെ പരാതി കൊടുക്കാൻ തയ്യാറല്ലെന്ന് പറയും. അപ്പോൾ മാമച്ചനങ്ങൾ പറയും, മുമ്പ് ഒരു തവണ രോഹിത്തും ഹരിശങ്കറും ചേർന്ന് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അന്ന് അവളൊരു പരാതി കൊടുക്കാൻ തയ്യാറായില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ താമസിക്കുന്ന വീടല്ലേ, അവളുടെ സഹോദരനല്ലേ, അതുകൊണ്ട് അവളത് ചെയ്യത്തില്ല. പക്ഷേ അന്ന് അവൾ സ്വന്തമായിട്ട് തന്നെ കത്രിക എടുത്ത് കുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. അന്ന് പരാതി കൊടുക്കാത്ത അലീന ഇന്ന് പരാതി കൊടുക്കുമെന്ന് ചോദിക്കും. പ്രത്യേകിച്ച് ബാലചന്ദ്രൻ അവളെ മകളായിട്ട് അംഗീകരിച്ച് ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെങ്കിലേ, ആ കുട്ടി പരാതി കൊടുത്തെങ്കിൽ മാത്രമേ ആ കുട്ടിയെ ജയിലിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വിടത്തുള്ളൂ എന്നാണ് പറയുന്നതെന്ന് പറയും. എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോഴേ എന്തുവായിരുന്നു, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഗ്രേസി ആൻറ്റിയും മാമച്ചനങ്ങളും പറയുമെങ്കിൽ ശരി, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം എന്തെങ്കിലും പരിഹാരം ചെയ്യാമെന്നുള്ള ഉറപ്പിലാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നത്. ശേഷം SI രമേശ് തമ്പി CA ഗോപാലകൃഷ്ണൻ പണിക്കരോട് പറയും, സാറേ, ഒരു കാരണവശാലും അവൾ പരാതി തരത്തില്ലെന്നാണ് പറയുന്നത്, എന്ത് ചെയ്യുമെന്ന് പറയും. നമ്മൾ ഇത്രയൊക്കെ വരട്ടിയിട്ടും അവൾക്കൊരു പരാതിയില്ലെന്നാണല്ലോ പറയുന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് CA അങ്ങോട്ട് വരും. CA അങ്ങോട്ട് പറയും, എന്താടി നിനക്ക് ഇത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞു, നീ എന്താ പരാതി തരാത്തെന്ന് ചോദിക്കും. സാറേ, മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമായത്, എനിക്കതിനകത്ത് യാതൊരു പരാതിയില്ലെന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞു. ഇല്ലാത്ത ഒരു പരാതി നിങ്ങൾ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എഴുതി വാങ്ങാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? എനിക്ക് പരാതിയില്ലെന്ന് വെച്ചാൽ പരാതിയില്ല. നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് CA നല്ലൊരു ചീത്തയങ്ങ് അലീനെടുത്ത് പറയും.
അച്ഛയ്ക്ക് സാറ് വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്നോട് സംസാരിക്കേണ്ടെന്ന് പറയും. അലീന തിരിച്ച് ശക്തമായി തന്നെയാണ് പ്രതിരോധിക്കുന്നത്. അച്ഛയ്ക്ക് ശരി, പരാതി തന്നതിന് ശേഷം നിന്നെ ഇവിടുന്ന് വിടത്തോളൂ, നീ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും, അതുവരെ നീ ഈ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയും. ഇവളെ പിടിച്ച് കീർത്തി, ആ ഒരു പോലീസ് കോൺസ്റ്റബിളുണ്ട്, പറയും കീർത്തി ഇവളെ ആ സെല്ലിനപ്പുറത്തോട്ട് മാറ്റി ഇരുത്താൻ പറയും. ഇവർക്ക് കുടിക്കാൻ പച്ചവെള്ളം പോലും കൊടുക്കല്ലോ എന്ന് പറയും. ശരി സാർ ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് കീർത്തി അലീനെ പിടിച്ച് ആ രോഹിത്ത് കിടക്കുന്ന ആ ജയിലിൻ്റെ അപ്പുറത്തോട്ട് സെല്ലിനപ്പുറത്തോട്ട് മാറ്റി ഇരുത്തുകയാണ്. അതിനുശേഷം ഗോവർദ്ധൻ വക്കീലിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. വക്കീലിനെ കാണുമ്പോൾ ജാമ്യം കിട്ടാൻ വളരെ പാടാണ്. അതിനുശേഷം സുലോചനെ വിളിക്കുന്നുണ്ട്. സുലു നീ ഹോസ്പിറ്റലിലോട്ട് പോയോ? ഇല്ല ചേട്ടാ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമെന്ന് പറയും. അങ്ങനെ സുലോചന ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്ത് ബാലേന്ദ്രനോട് എങ്ങനെയുണ്ട് ബാലേട്ടാ ഇപ്പം? കുഴപ്പമില്ല. അല്ല ഗോവർദ്ധന വക്കീലിനെ കണ്ടോ? വക്കീലിനെ കാണാൻ ചേട്ടൻ പോയിട്ടുണ്ട്, ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും രോഹിത്തിനെ ഇറക്കാമെന്നൊക്കെ ബാലേന്ദ്രനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശരിക്കും അലീന വന്നില്ലല്ലോ, എൻ്റെ ഫോൺ അവളുടെ കയ്യിലാണ്, നീ ഒരു കാര്യം ചെയ്യും, അവളെ വിളിച്ചിട്ട് ആ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. അപ്പോഴത്തേക്ക് സുലോചനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, കാരണം അലീന സ്റ്റേഷനിലാണല്ലോ. അങ്ങനെ ഫോൺ എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്, അലീനയെ വിളിക്കേ. അപ്പോഴേ അലീന വീട്ടിലില്ല ബാലേട്ടാ. വീട്ടിലില്ലേ? പിന്നെ എൻ്റെ മോളെവിടെ പോയി? അത് അലീന ഇപ്പോൾ സ്റ്റേഷനിലാണെന്ന് പറയും. സ്റ്റേഷനിലോ? എന്ത് കാര്യത്തിന്? അത് അവളെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചേക്കുമെന്ന് പറയും. CI വിളിപ്പിച്ചേക്കെന്ന് പറയും. CI എന്ത് കാര്യത്തിന്? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അവളെ സ്റ്റേഷനിലോട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്? നിങ്ങളാരും അന്വേഷിച്ചില്ലേ? അത് ചേട്ടൻ പോയായിരുന്നു അലീനെ കാണാൻ, പക്ഷേ ഒരു കാരണവശാലും അലീനയും രോഹിതിനെയും കാണാൻ സമ്മതിച്ചില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പെട്ടെന്ന് അങ്ങ് ബെഡിൽ നിന്ന് അങ്ങ് ചാടി എഴുന്നേക്കുമ്പോഴത്തേക്ക് സിസ്റ്ററും സുലോചന ബാലേട്ടൻ കിടക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് എൻ്റെ മോളെ കാണുന്നുണ്ടെങ്കിൽ കട്ടിലിൽ നിന്ന് ബെഡിൽ നിന്ന് ചാടി എഴുന്നേക്കാണ്. അപ്പോഴത്തേക്ക് പറയും നീ എന്ത് കാര്യത്തിന് എൻ്റെ മോളെ കൊണ്ടുപോയെന്ന് തന്നെയാണ് പിന്നെയും ചോദിക്കുന്നത്. അത് മുൻപൊരു തവണ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി അലീനയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ രോഹിത്തും ഹരിശങ്കറും കൂടി. അപ്പം അതിന് അവളൊരു പരാതി എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് അത് ചെയ്യാത്തത് കൊണ്ടാണ് അവളെ സ്റ്റേഷനിൽ നിന്ന് വിടാത്തതെന്ന് പറയും. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാലേന്ദ്രൻ ഇരുന്നങ്ങ് വിഷമിക്കുകയാണ്. ബാലേട്ടൻ വിഷമിക്കണം, ഞങ്ങളെല്ലാവരും അവളെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബാലേട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കാനൊക്കെ പറയും. എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തും. അതിനുശേഷം സുലോചന നേരെ വൈജയന്തിയുടെ റൂമിലോട്ടാണ് ചെല്ലുന്നത്. അച്ഛയ്ക്കും സുലോചന കാണുന്നത് വൈജയന്തി ചോദിക്കും, എന്തായി രോഹിത്തിൻ്റെ ജാമ്യം കിട്ടുന്നതിനെക്കുറിച്ച് എങ്ങാനും അന്വേഷിച്ചോ? നിങ്ങൾ വക്കീലിനെ എങ്ങാനും പോയി കണ്ടോ എന്നൊക്കെ ചോദിക്കും. ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്, ജാമ്യം കിട്ടുന്ന കേസാണല്ലോ മോൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് പറയും. ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതില്ലേ, അതും പോക്സോ കേസാണ്, ജാമ്യം കിട്ടുമെന്ന് തന്നെ ഒരു ഉറപ്പുമില്ലെന്ന് പറയും. ഇപ്പോൾ സെല്ലിനകത്താണ്, അവൻ ചെയ്ത തെറ്റിന് അവൻ മാത്രമല്ല മറ്റെത്ര പേര് ശിക്ഷ അനുഭവിക്കുന്നത്. ബാലേട്ട ഹോസ്പിറ്റലായി, ഇനിയിപ്പം ആ പാവം പിടിച്ച പെങ്കൊച്ചും ശിക്ഷ അനുഭവിക്കുന്നു. ഇപ്പോൾ അലീനയും ജയിലിലായില്ലേ. അലീനയോ? അവളെ എന്തിനാ ജയിലിൽ പിടിച്ചോണ്ട് പോയെന്ന് ചോദിക്കും. ആ ചേച്ചിക്ക് അറിയത്തില്ലേ, മുമ്പ് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ആരാ? ചേച്ചിയുടെ മോനും കൊല്ലപ്പള്ളിയിലെ ചേച്ചിയുടെ സഹോദരൻ്റെ മകനും അല്ലയോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് വൈജയന്തിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഇപ്പോൾ ആ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക പോലീസുകാർ. അവളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവളെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയേക്കുന്നതെന്ന് പറയും. ഇത്രയും നേരമായിട്ടും അവളെ സ്റ്റേഷനിൽ നിന്ന് റിലീസ് പോലും ചെയ്യിപ്പിച്ചിട്ടില്ല. അവൾക്കുണ്ട ചോറിന് നന്ദിയുള്ളതുകൊണ്ടാണ് അവൾ പരാതി എഴുതി കൊടുക്കാത്തത്. വേറെ വല്ല പെൺകുട്ടികളായിരുന്നുണ്ടെങ്കിൽ പരാതി എഴുതി കൊടുത്തിട്ട് വീടെത്തിപ്പോയേനെന്ന് പറയും. അവൾക്ക് എല്ലാവരോടും ആത്മാർത്ഥ സ്നേഹവും കരുണയൊക്കെ കൂടിപ്പോയി, അതുകൊണ്ടാണ് അവൾ രോഗത്തിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാത്തതെന്ന്. അവളെ സുലോചന വളരെ ന്യായീകരിക്കേണ്ട, അവൾ ഒരുത്തി കാരണമല്ല ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്, എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ഉൾപ്പെടെ കാരണം അവളാന്ന് പറയും. ചേച്ചിയായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞേനെ എന്ന് പറയും. ചേച്ചിക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ചേച്ചിക്ക് ഒരു മാറ്റമില്ലല്ലോ, ആ പെൺകൊച്ചിനെ ഇപ്പോഴും കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും ചേച്ചി ഈ കളഞ്ഞു കുളിക്കത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് വൈജയന്തിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ആ കൊച്ച് നിങ്ങൾക്കൊക്കെ എന്ത് ദ്രോഹം ചെയ്തതാണ്, ഇപ്പോഴും അവൾക്ക് വേണമെങ്കിൽ പരാതി എഴുതി കൊടുത്തിട്ട് വീട്ടിൽ വരാം, ഇപ്പോഴും നിങ്ങളോടുള്ള നിങ്ങളുടെ മകനോടൊക്കെയുള്ള സ്നേഹക്കൂടുകൊണ്ട് മാത്രം അവൾ പരാതി എഴുതി കൊടുക്കാത്തത്. ഇപ്പോഴും അവൾ ആ ജയിലിൽ ഇത്ര നേരമായിട്ട് അവൾ ആ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുകയെന്ന് പറയും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വൈജയന്തിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം മീരയുടെ അച്ഛൻ സ്റ്റേഷനിലോട്ട് വന്ന് CI കാണുമോ, അലീനെ പുറത്തിറക്കാൻ ശ്രമിക്കുമോ, അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.